കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. സ്നേഹം മാത്രമായ തമ്പുരാനെ, നിന്റെ സന്നിധിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഞങ്ങൾ വരുന്നു. ഞങ്ങൾക്കായി ഒരു നോമ്പുകാലം കൂടി നീ ക്രമീകരിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഈ നോമ്പുകാലത്തിൽ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുവാൻ, നിന്റെ അടുത്തു നിന്ന് ആശ്വാസം നുകരുവാൻ, പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ നിന്റെ തിരുരക്തത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ട ഒരു ഹൃദയത്തോടുകൂടി ശേഷിച്ച ജീവിതം അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിൽ 18-ാം വചനം ഇങ്ങനെ പറയുന്നു: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് അത് ശക്തിയാണ്. കുരിശിന്റെ വചനം ഭോഷത്വമാകുന്നു, എന്നാൽ കുരിശിന്റെ വചനം ശക്തിയാകുന്നു. നാം ഇതിൽ ഏത് ഭാഗത്തിൽ പെടുന്നു? ഭോഷത്വമായിട്ടാണോ കുരിശ് നമുക്ക് ഇന്ന് അനുഭവപ്പെടുന്നത്, അതോ ശക്തിയായിട്ടാണോ കുരിശ് നമുക്ക് അനുഭവപ്പെടുന്നത്? പിതാവായ ദൈവം പുത്രനായ തമ്പുരാൻ വഴി ഈ ലോക ജനതയെ മുഴുവനും നിത്യജീവനിലേക്ക് നയിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത രക്ഷയുടെ ചിഹ്നമാണ് കുരിശ്. സഹോദരങ്ങളെ, നമ്മിൽ പലരും കുരിശ് ചുമക്കുന്നവരാണ്. മുൾമുടി ചൂടി കുരിശും ചുമന്ന് മുട്ടി വിളിക്കുന്നു ഞങ്ങൾ എന്ന ഒരു പാട്ട് നമുക്ക് സുപരിചിതമാണ്. എന്തിനാണ് നാം മുട്ടി വിളിക്കുന്നത്? മുൾമുടി ചൂടി കുരിശും ചുമന്നിതാ മുട്ടി വിളിക്കുന്നത് എന്തിനാണ്? ഈ മുൾമുടി ഒന്ന് എടുത്തു മാറ്റുവാൻ വേണ്ടിയാണോ, അതോ ഈ കുരിശ് ഒന്ന് എടുത്തു മാറ്റുവാൻ വേണ്ടിയാണോ? നമ്മിൽ പലരും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത് ഈ മുൾമുടി ചൂടിയവരും കുരിശ് ചുമക്കുന്നവരും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നത് ഇത് ഒന്ന് എടുത്തു മാറ്റണം എന്ന ആഗ്രഹമുണ്ടാണ്. പിതാവേ, ഈ പാനപാത്രം എനിക്ക് കുടിക്കുവാൻ നിവൃത്തിയില്ല, ഇതൊന്ന് എന്നിൽ നിന്ന് കടന്നു പോകുവാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ച തമ്പുരാൻ പിതാവിന്റെ ഇഷ്ടത്തോട് യോജിച്ചു പിന്നീട് പ്രാർത്ഥിച്ചു, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന്. സഹോദരങ്ങളെ, രക്ഷയുടെ ചിഹ്നമാണ് കുരിശ്. നമുക്ക് എല്ലാവർക്കും ഏൽപ്പിക്കപ്പെട്ട കുരിശിന്റെ കനം നാം തന്നെ കൂട്ടിവെച്ചിരിക്കുകയാണ്. നമുക്ക് നൽകപ്പെട്ട മരക്കുരിശ് ഇതാ ഉരുക്കിന്റെ കുരിശാക്കി മാറ്റി. നമ്മുടെ ഇഷ്ടങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും തഴക്കദോഷങ്ങളും ഒക്കെ അതിൽ പേറി പേറി ഇതാ ഉരുക്കിന്റെ കുരിശാക്കി. കുരിശ് ചുമന്ന് ചുമന്ന് നാം മടുത്തു, പലവട്ടം വീണു. പക്ഷേ കുരിശിന്റെ അടിയിൽപ്പെട്ട് നാം ഉഴലുകയാണ്. കാരണം നമ്മുടെ മുകളിൽ കിടക്കുന്ന ഈ കുരിശ്, നമുക്ക് നൽകപ്പെട്ട കുരിശില് നാം ഒത്തിരിയേറെ ഭാരം വെച്ചുകൂട്ടി. എന്നാൽ നമുക്ക് നൽകിയിരിക്കുന്ന കുരിശ്, അതിന്റെ കനം കുറയ്ക്കുവാൻ ഒരു മാർഗമുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകിയാൽ മതി. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്ന കുരിശിന് ഭാരം കുറയും. ആ കുരിശ് തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയ കുരിശ് പോലെയാകും. ആ കുരിശ് നമുക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, ഈശോ തന്നെ പറഞ്ഞു, എന്റെ ചുമട് ഭാരം കുറഞ്ഞതാണ്, എന്റെ മുഖം ഭാരം കുറഞ്ഞതാണ്. നോക്കുക സഹോദരങ്ങളെ, യേശുക്രിസ്തു നമുക്ക് നൽകിയതല്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നാം ഉണ്ടാക്കിയെടുത്ത ഈ കുരിശാണത്.
ഈ കുരിശിട്ടേച്ചു പോകുവാനല്ല ഈശോ പറഞ്ഞത്. യേശുവിനെ അനുഗമിക്കുന്നവർ ഓരോരുത്തരും ഈ കുരിശും എടുത്തുകൊണ്ടുവരണം. യേശുവിന്റെ അടുത്ത് എന്തിനാണ് ഈ കുരിശും എടുത്തുകൊണ്ട് വരുന്നത്? ഈശോ പറഞ്ഞു, എന്റെ രക്തം കൊണ്ട് ഈ കുരിശ് ഞാൻ കഴുകിത്തരാം. എന്റെ രക്തം കൊണ്ട് നിന്റെ സർവ്വ പാപങ്ങളും ഞാൻ ക്ഷമിച്ചു തരാം. നിഷ്കളങ്ക രക്തം കൊണ്ട് നമ്മുടെ ഭാരമേറിയ കുരിശ് കഴുകപ്പെടുമ്പോൾ നാം സ്വതന്ത്രരായി മാറും. നിഷ്കളങ്ക രക്തം കൊണ്ട് നമ്മുടെ ഭാരമുള്ള കുരിശ് കഴുകപ്പെടുമ്പോൾ നാം ഭാരം കുറഞ്ഞ കുരിശ് ചുമക്കുന്ന വ്യക്തികളായി മാറും. അത് സന്തോഷത്തോടെ ചുമക്കുവാനും സാധിക്കും. ഭാരമില്ലാത്ത കുരിശ് തോളത്തിരുന്ന് ഓർത്തുകൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല. ഭാരമുള്ള കുരിശ് അനുദിനം നാം ചുമന്ന് മടുത്ത് നമ്മുടെ ജീവിതയാത്ര ദുസ്സഹമായി തീർന്നിരിക്കുകയാണ്. ഇന്ന് പലരും എങ്ങനെ ഈ കുരിശൊന്ന് താഴേക്കിറക്കാം, എങ്ങനെ ഈ കുരിശൊന്ന് ഉപേക്ഷിക്കാം എന്നാണ് ചിന്തിക്കുക. സഹോദരങ്ങളെ, ഒരു പ്രഭാത പ്രാർത്ഥനയില് ഞാൻ ഇരുന്നപ്പോൾ ഒരു ചിന്ത എന്നിലേക്ക് ദൈവം തന്നു. ആ ചിന്തയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത്. പ്രഭാത പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ ഈശോ എന്നോട് പറഞ്ഞതുപോലെ, മോനെ, ഞാൻ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പ്രീതി അനുസരിച്ചാണ് ജീവിച്ചത്. ദൈവം എന്നെ പ്രിയപുത്രനായിട്ട് തന്നെയാണ് കണ്ടതും പലവരും ദൈവം എന്നെ പ്രിയപുത്രൻ എന്ന് വിളിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നീ ഭാരമുള്ള ഒരു കുരിശ് ചുമക്കുന്നത് ഞാൻ കണ്ടു. നിന്റെ തോളത്ത് ഭാരമുള്ള കുരിശ് നിന്നെ ഒത്തിരിയേറെ അലട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. താങ്ങുവാൻ ആരുമില്ലാതെ വേദനിക്കുന്ന നിന്റെ അവസ്ഥ കണ്ടപ്പോൾ നിന്റെ കുരിശ് എടുക്കുവാൻ നിന്നെ ഒന്ന് സഹായിക്കണം എന്നെനിക്ക് തോന്നി. നിന്റെ കുരിശ് പൂർണ്ണമായും ഒന്ന് എടുത്തു മാറ്റണം എന്ന് ഞാൻ ആഗ്രഹിച്ച് നിന്റെ പക്കലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിച്ചു. എന്റെ ലക്ഷ്യം മനസ്സിലാക്കി എന്നെ തകർത്തു കളയുവാൻ പലരും ശ്രമിച്ചു. കൽത്തൂണിൽ കെട്ടിയിട്ട് എന്നെ ചമ്മട്ടി കൊണ്ട് അടിച്ചു. എന്നിട്ടും മൃതപ്രായനായിട്ടും ഞാൻ തീരുമാനിച്ചു, എന്റെ ദൈവത്തിന്റെ പദ്ധതിയാണ്, എന്റെ പിതാവായ ദൈവം എന്നെ അയച്ചത് നിന്റെ തോളത്തിരിക്കുന്ന ഈ കുരിശൊന്ന് എടുത്തു മാറ്റുവാൻ വേണ്ടിയാണ്. അതിനായി ഞാൻ എത്ര വേദനിച്ചാലും എത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടാലും നിന്നെ സ്നേഹിക്കുന്നത് ഒന്നുകൊണ്ട് മാത്രം നിന്റെ പക്കലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിച്ചു.